ഒട്ടുമിക്ക പ്രായമുള്ള ആൾക്കാരും ഈ മക്കൾക്ക് പൈസ പെട്ടെന്ന് വിട്ടുകൊടുക്കാത്ത ആൾക്കാരാണ്. അല്ലെങ്കിൽ പൈസയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ പേരിലുള്ള പ്രോപ്പർട്ടി മക്കൾ വിചാരിക്കും എന്താണ് ഈ കാരണവന്മാർക്ക് നമ്മുടെ പേരിലോട്ട് എഴുതി വെച്ചുകൂടെ, അല്ലെങ്കിൽ അവരുടെ ആ പൈസ എല്ലാം നമ്മുടെ പേരിലോട്ട് ആക്കിക്കൂടെ എന്ന് ചിന്തിക്കുന്ന മക്കളുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഇത് നമുക്ക് പ്രായമായിട്ട് മുക്കി പല്ലു വന്നിട്ട് ഇതൊക്കെ കിട്ടിയിട്ട് എന്തിനാണെന്ന് ചോദിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നിങ്ങളും ചിലപ്പോൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടാവാം അല്ലേ. അപ്പോൾ അതിനകത്തൊരു കാര്യം എനിക്ക് പറയാനുണ്ട്, കഥ പറയാനുണ്ട്, ചെറിയ കഥ. എന്തുകൊണ്ടാണ് ഈ പ്രായമുള്ളവർ അങ്ങനെ ചെയ്യാത്തത്? ഞാൻ ഒരു സ്ഥലമൊന്നും പറയണില്ല, ഞാൻ പഴയ ഞാൻ കണ്ടൊരു വലിയൊരു വേദന ഉണ്ടാക്കുന്ന ഒരു അനുഭവം ഇവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അത് കണ്ടപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലായത്. വളരെ പ്രായമുള്ളൊരു സ്ത്രീ എന്ന് വെച്ചാൽ ഒരു 80 വയസ്സൊക്കെ പ്രായം ഉണ്ടാവും, നടക്കാൻ തന്നെ തീരെ വയ്യ, വളരെ മെലിഞ്ഞുണങ്ങിയൊരു സ്ത്രീ. അപ്പോൾ ആ സ്ത്രീയുണ്ട്, അവരുടെ മകനുണ്ട്, മകൻ്റെ ഭാര്യയുണ്ട്. ഇവരൊക്കെ കൂടി ഒരു ഹോട്ടലിൽ മസാല ദോശ കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാനവിടെ ആ ഹോട്ടലിലുണ്ട്. അത് വലിയൊരു സ്ഥലമൊന്നും ഞാൻ പറയണില്ല. അപ്പോൾ എൻ്റെ കൂടെ വേറൊരു കക്ഷിയും കൂടെ ഉണ്ട്, എൻ്റെ സുഹൃത്തുമുണ്ട്, അത് ആ നാട്ടിലുള്ള ഒരാൾ. അപ്പോൾ ഇവർക്ക് മസാല ദോശയൊക്കെ മേടിച്ച് ഭയങ്കര സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് അമ്മനോട് ഭയങ്കര സ്നേഹത്തോടെയൊക്കെ പെരുമാറുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 300 രൂപ ആണെന്ന് തോന്നണം ഇയാളുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് അമ്മയുടെ കയ്യിലായിരിക്കും, അമ്മ അത് വെച്ചോളൂ, ചിലവിന് വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ട് ഓട്ടോറിക്ഷ കയറ്റി അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് നല്ല മകനും മരുമോളുമാണ് എന്ന് എൻ്റെ സുഹൃത്തിനോട് പറയുന്നു. എന്ത് നല്ല അവരാണ്, അത്ര സ്നേഹത്തോടെയാണ് അവർക്ക് അമ്മനെ കൊണ്ടുവന്നിട്ട് ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് മസാല ദോശയൊക്കെ വാങ്ങിക്കൊടുത്ത് വിടുന്നു. അപ്പോൾ ആ പുള്ളി ഭയങ്കര ചിരി. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും പറഞ്ഞൂടാ, ഞാൻ ആദ്യമായിട്ട് കാണുന്ന ആളാണ്, അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ പറയണത്. അവർ എത്ര മോശമായിട്ടാണ് ആ സ്ത്രീയെ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രായമുള്ള സ്ത്രീക്ക് ഗവൺമെൻറ് ജോബ് ഉണ്ടായിരുന്ന ആളാണ്. അത് ഗവൺമെൻറ് ജോബ് ഉണ്ടായിട്ട് അത് റിട്ടയറായിട്ട് പെൻഷൻ എല്ലാ മാസവും കിട്ടും. അപ്പോൾ എത്രയാണ് അന്ന് കുറച്ച് മുമ്പത്തെ ഒരു കഥയായിട്ടാണ് ഞാൻ പറയണത്, എനിക്ക് ഓർമ്മയെന്നുള്ള അടുത്ത് പറയുന്നതാണ്. അപ്പോൾ പെൻഷൻ വാങ്ങാൻ നേരത്ത് ഈ അമ്മേനെ കാവലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയാക്കിയിട്ട് ഈ മോനും മരുമോളും കൂടിയും ഓട്ടോറിക്ഷ വിളിച്ച് നേരെ ട്രഷറിയിൽ കൊണ്ടുപോയിട്ട് പെൻഷൻ മേടിച്ച് അവർ ഇയാൾ പോക്കറ്റിൽ വെക്കുന്നു. അത് നേരെ ഈ സ്ഥലത്ത് വന്നിട്ട് അവിടെ തന്നെ വരിക, ആ സ്ഥലത്ത് വന്ന് അവിടെ ഹോട്ടലിൽ കയറ്റി ഒരു മസാല ദോശയും ചായയും വാങ്ങിക്കൊടുക്കുന്നു. അതിൽ നിന്ന് 300 രൂപ പെൻഷൻ കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് നല്ലൊരു എമൗണ്ട് പെൻഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതിൽ നിന്ന് 300 രൂപ കൊടുക്കുന്നു അവർക്ക് ചിലവിനുള്ള പൈസ, അതായത് അവർക്ക് എന്തെങ്കിലും ചെറിയ വട്ടച്ചെലവ് പൈസ കൊടുത്തിട്ട് ഇവരെ ആ ഓട്ടോറിക്ഷയിൽ കയറ്റി വീട്ടിലോട്ട് പറഞ്ഞേക്കുന്നു. പിറ്റേ ദിവസം മുതൽ ഇവരെ പീഡിപ്പിക്കലാണ് ഇവരുടെ പരിപാടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടേനും പിടിച്ചതിനും ചാടി അവരുടെ അടുത്ത് മക്കിട്ട് കയറുക, അവരെ കൊണ്ട് വീട്ടിലെ ജോലിയെല്ലാം ചെയ്യിപ്പിക്കുക, ഇത്തരം പരിപാടികൾ. ഞാനിത് കേട്ടിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ സ്റ്റണ്ടായിട്ടിരുന്ന് പോയി. കാരണം എനിക്കൊരു ഒരു തിരിച്ചറിവായിരുന്നു അത് ഈ പ്രായമുള്ള കാരണന്മാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വയസ്സന്മാരായ ആളുകൾ എത്രത്തോളം വിഷമിക്കുന്നുണ്ടോ എന്നുള്ളത് അപ്പോഴാണ് ഞാൻ അത് മനസ്സിലാക്കുന്നത്. അവരുടെ ഒരു പ്രയാസം, അതായത് അവരത്രയും കാലം കഷ്ടപ്പെട്ട് മക്കളെല്ലാം വളർത്തി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പൈസയെല്ലാം വാങ്ങിയെടുക്കുന്നു. അവർക്കൊന്നും ആരോടും പറയാനില്ല, പരാതി പറയാനില്ല. ആരോടും പരാതി പറയുന്നത്, പരാതി ആരോടും പോയി പറഞ്ഞാൽ ഈ വീട്ടിൽ തന്നെ വന്നല്ലേ ജീവിക്കേണ്ടത് അല്ലേ, ഇവർ തന്നെയല്ലേ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നോക്കേണ്ടതെന്നുള്ള ആ ഒരു ഭയം കൊണ്ട് അവർ ഒരു അക്ഷരം പോലും മിണ്ടാതെ അവർ മുന്നോട്ട് പോകുന്നു. അപ്പോൾ എൻ്റെ ഈ സുഹൃത്തിൻ്റെ അടുത്ത് ആ സ്ത്രീ ഇതൊക്കെ പറയും, ഈ കഥകൾ മുഴുവൻ പറയും, ഇങ്ങനെയാണ് മോനെ എന്നെ നോക്കുന്നത്, ഇവരിങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ അയാളോട് പറയുമ്പോൾ അയാളാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ കുറേ സമയം ഇങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്കൊരു പുതിയൊരു തിരിച്ചറിവായിരുന്നു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളുടെ ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇതേപോലെ നിരവധി കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്, ആരും പുറത്തേക്ക് പറയുന്നില്ലെന്ന് മാത്രം. അപ്പോൾ അതേപോലെ ഈ വൃദ്ധരായിട്ടുള്ള ആളുകളെ നോക്കാതെ അല്ലെങ്കിൽ അവരെ പരീക്ഷിക്കാതെ അവരുടെ ഉണ്ടാക്കിയ സ്വത്തുക്കൾ അല്ലെങ്കിൽ അവരുടെ പണം മാത്രം ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. എനിക്ക് വേറൊരു കഥ കൂടി എനിക്കിവിടെ പറയാം. അത് ഡൽഹിയിലാണ്. ഡൽഹിയിലുള്ള ഒരു
ഫാമിലിയിൽ വലിയ കോടീശ്വരന്മാരായിട്ടുള്ള ഒരു ഫാമിലി. എനിക്ക് ഡൽഹിയിൽ കുറേ ക്ലയൻസ് ഉണ്ട്. അതിനകത്തുള്ളൊരു ക്ലയൻറ്റിൻ്റെ കഥയാണ്. കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടന്നുകൊണ്ടിരിക്കണം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അവർ ഇതേപോലെ തന്നെ ഒരു കല്യാണം കഴിച്ചു പോയൊരു മകൾ ഇതേപോലെ തന്നെ വീട്ടിൽ ഇടക്കിടക്ക് വരും. വീട്ടിൽ വേറെ മകളാണ് വീട്ടിലുള്ളത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി, രുചികരമായ പല പല ഭക്ഷണങ്ങൾ അവർ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഈ അച്ഛനും അമ്മക്കൊക്കെ കൊടുക്കുന്നു. അവരോട് സ്നേഹത്തോടെ പെരുമാറുന്നു. വല്ലപ്പോഴാണ് വരുന്നത്, പക്ഷേ അവരോട് ഭയങ്കര സ്നേഹമാണ്. എന്നിട്ട് പറഞ്ഞ് ഭയങ്കര ഇവരൊന്നും കാണാതെ മുറിയിൽ അടച്ചിട്ടിരുന്നിട്ട് അവരുടെ പരാതികൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഭർത്താവ് ഇവർ നോക്കുന്നില്ല എന്നെല്ലാം പലതും പറഞ്ഞിട്ട് ഇവരിൽ നിന്ന് ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ പോലെ 5,000-10,000 ഒന്നുമല്ല വാങ്ങിക്കൊണ്ട് പോകുന്നത്. 5 ലക്ഷം 10 ലക്ഷം 20 ലക്ഷം ഒക്കെയാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത്. അത്രയും പൈസ ഉള്ള ആൾക്കാരാണ്. അവർക്ക് ലക്ഷങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇവരെന്താ ചെയ്യണമെന്നറിയോ? ഈ പൈസ കൊണ്ടുപോയിട്ട് കംപ്ലീറ്റ് പൈസയും ഇവർ വിദേശയാത്രകൾ ഇത് അടിച്ച് പൊളിച്ച് തീർക്കുക. അവർക്ക് ജീവിക്കാനായിട്ട് ബിസിനസ് ഉണ്ട്, പൈസയുണ്ട്. കാരണം ഒരു ക്ഷാമമുള്ള ആൾക്കാരല്ല. പക്ഷേ ഇതിങ്ങനെ വാങ്ങിയെടുക്കുക. അതുകൊണ്ട് ജർമ്മനി, അമേരിക്ക, യൂറോപ്പ് അങ്ങനെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പോവുക. അതാണ് അവരുടെ മെയിൻ ഹോബി. അപ്പോൾ എന്നാലോ ഈ കാരണന്മാരെ ഇവർ നോക്കുന്നില്ല. വല്ലപ്പോഴും വന്നിട്ട് ഇതേപോലുള്ള ആക്ടിവിറ്റീസും കാണിച്ച് പോകുന്നു. അപ്പോൾ ഈ വീട്ടിലുള്ളവർക്ക് എന്താണ് തോന്നുന്നത്? അവർ എത്ര സ്നേഹത്തോടെയിട്ടാണ് അവരെന്തെല്ലാം അവരുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കൊണ്ടുവരുന്നു, സ്പെഷ്യലായിട്ടുള്ള ഇവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്നു, അവർക്ക് അത് ചെയ്യുന്നു, സ്നേഹത്തോടെ സംസാരിക്കുന്നു. പക്ഷേ അവർ ഇവരുടെ കാര്യങ്ങൾ നോക്കുകയോ ഒരു കാര്യത്തിലും അവർ ഇടപെടുന്നില്ല. അതെല്ലാം വീട്ടിൽ നിൽക്കുന്ന ആൾക്കാർ നോക്കണം. അവർക്കാണെങ്കിൽ ഒരു വാല്യൂ ഇല്ല വീട്ടിൽ. അതാണ്. അത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കാരണന്മാരെ നോക്കുന്ന ആളുകൾ പൊതുവേ ഞാനോട് പലരും പറയാറുണ്ട്, കാരണന്മാരെ നോക്കുന്നവർക്ക് വീട്ടിൽ നിന്ന് നോക്കുന്നവർക്ക് ഒരു വില ഉണ്ടാവില്ല. അത് നോക്കുന്നത് കാരണന്മാർക്കും ചിലപ്പോൾ അത് നിൻ്റെ ജോലിയാണ്, നീ ചെയ്തോളണം എന്നുള്ളതാണ്. പക്ഷേ അതേ ഉത്തരവാദിത്വം തന്നെയുള്ള 2-3 മക്കൾ വേറെ ഉണ്ടാവും. അവർ അത് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് അവരോട് സ്നേഹക്കുറവല്ല, സ്നേഹം കൂടുതലാണ് കാണിക്കുക. ഇത് കോമൺ ആയിട്ടുള്ളൊരു സംഗതിയാണ്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഒരുപാട് കുടുംബങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് പോലെ. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് നോക്കുന്ന ആ ഒരു ആൾക്ക് ഉണ്ടാവുന്നതായ ഒരു മാനസിക വിഷമം, സമ്മർദ്ദങ്ങൾ, അത് ചെറിയൊരു കാര്യമല്ല. എന്നോട് പലരും ഇങ്ങനെ പറയാറുണ്ട് ഈ കംപ്ലയിൻറ്റ്സ്. നേരത്തെ മുതൽ ഞാൻ ഈ ഹീലിംഗ് പരിപാടിയും കൗൺസിലിംഗ് പരിപാടിയിട്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ ആളുകൾ വരുമ്പോൾ ഇതെല്ലാം പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾ അതിൻ്റെതായ രീതിയിൽ പോസിറ്റീവായ രീതിയിൽ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. കാരണം അത്രയും നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അവരുടെ വിഷമം നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഒരു സംഗതിയാണ്. ഇതെല്ലാം കഴിയുമ്പോൾ ഇവർക്ക് ലാസ്റ്റ് കുറ്റം മാത്രം ഉണ്ടാവും. പ്രോപ്പറായ രീതിയിൽ നിങ്ങൾ നോക്കിയില്ല, അത് ചെയ്തില്ല, ഇതില്ല എന്ന് മറ്റുള്ള ആളുകൾ വരുന്നവർ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കും. ചെയ്യുന്നവരുടെ ദുരിതമോ ബുദ്ധിമുട്ടുകളോ ഒന്നും ആർക്കും മനസ്സിലാവില്ല എന്നുള്ളതാണ് വാസ്തവം. അത് ചെയ്തവർക്ക് മനസ്സിലാവും, അല്ലേ? അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സംഗതി ഇതാണ്. ഈ ഒരു കാര്യത്തിനകത്ത് നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുക. ഇതുപോലെ കാരണന്മാരെ നോക്കുന്ന കാര്യത്തിനകത്ത് നിങ്ങളൊരു കുറവ് വരുത്തണ്ട. അതിനകത്ത് നിങ്ങളെ പറ്റുന്ന രീതിയിൽ നിങ്ങളവരെ സംരക്ഷിക്കുക, നോക്കുക. അവർ തിരിച്ച് ഇപ്പോൾ ചെറുപ്പകാലം മുതലേ നിങ്ങളെ നോക്കി വളർത്തിയ ആൾക്കാരാണ്. നിങ്ങളെ തിരിച്ച് കൊടുക്കുക. ഇനി കൂടപ്പിറപ്പുകൾ വന്നില്ല, പിടിച്ചില്ല, അല്ലെങ്കിൽ അവർ നോക്കിയില്ല എന്നുള്ള ആ ഒരു വിഷമോ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങളുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുക. അതിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് കിട്ടും. അത് മറ്റവർക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഉണ്ടാവും. അത് സമ്പത്തിൻ്റെ രൂപത്തിൽ അന്നേരം കിട്ടിയില്ലെങ്കിലും അനുഗ്രഹമായിട്ട് നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ ഉണ്ടാവും. അത് യാതൊരു സംശയമില്ല. അതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ മനസ്സിലാക്കിയ ഒരു തത്വം അതാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനും മുന്നോട്ട് പോകുന്നത്. എനിക്ക് ഒരു പ്രായമായിട്ടുള്ളൊരു അമ്മ എനിക്ക് വീട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. നമ്മൾ നോർമലായിട്ട് പോകുന്നു, അവർക്കോട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ അതേപോലെ നിങ്ങൾ ഈ കാര്യത്തിനകത്ത് ഒരു മടുപ്പൊന്നും വിചാരിക്കരുത്. കാരണന്മാർ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിലേക്ക് പ്രോപ്പർട്ടി എഴുതി തന്നിട്ടില്ല, അവരുടെ കയ്യിലുള്ള ക്യാഷ് നിങ്ങൾക്ക് തന്നിട്ടില്ല എന്നൊന്നും വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവർ കാരണന്മാരുണ്ടാക്കിയ പ്രോപ്പർട്ടി ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ക്യാഷ് ആയിരിക്കും. സമയമാകുമ്പോൾ നിങ്ങൾക്കത് കിട്ടും. നിങ്ങളുടെ കർമ്മം നിങ്ങൾ ചെയ്യുക, നിങ്ങൾ ജോലി ചെയ്യുക, നിങ്ങൾ സമ്പാദിക്കുക. അതല്ലേ അതിൻ്റെ ശരി. അപ്പോൾ ഇത് കുറേ പേർക്കുള്ള നല്ലൊരു മെസ്സേജായിട്ട് ഞാനിതിനെ കണക്കാക്കിയാണ്. കാരണം ഇത് കുറേ പേര് അനുഭവിക്കുന്ന ഒരു സംഗതി കൂടെ ആയിരിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഏതെങ്കിലുമൊക്കെ എന്ന് നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവും ഉറപ്പായിട്ടും. അപ്പോൾ കാരണം നമുക്ക് ലൈഫിൽ പലർക്കും തല്ലുപിടിക്കാനുള്ള സമയങ്ങളാണ് കൂടുതലുള്ളത്. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഞങ്ങളോടും കുട്ടികളുടെ പോലെ അയ്യോ അതെനിക്ക്
2 തന്നുള്ളൂ, അവന് 3 കൊടുത്ത് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡ്, അതൊക്കെ മാറ്റുക. നിങ്ങൾ ആത്മീയപാതയിലേക്ക് വരിക. അപ്പോൾ ഇതൊന്നും ബാധകമല്ല നിങ്ങൾക്ക്. നമ്മളെന്താണ്, നമ്മളിപ്പോൾ ഒരു 10 കോടി രൂപ നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകണില്ല അല്ലേ, കയ്യും വീശിയാണ് അങ്ങോട്ട് മുകളിലോട്ട് പോകണത്. അപ്പോൾ ആ 10 കോടി രൂപ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടാണ് നിങ്ങൾ മരിക്കണമെന്നുണ്ടെങ്കിലോ, ആ 10 കോടിക്ക് വേണ്ടി നിങ്ങൾ മക്കൾ തമ്മിൽ ഇടിയിടും അല്ലേ, തല്ലുപിടിക്കും. എനിക്ക് 6 വേണം, നിനക്ക് 4 ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള വർക്കുകൾ. അപ്പോൾ ഇല്ലാത്തവരാണെങ്കിലാ തല്ലുപിടിക്കാൻ ആർക്കും ഒന്നും ഉണ്ടാവില്ല, തല്ലുപിടിക്കാനായിട്ട് തർക്കിക്കാനായിട്ടൊന്നും ഉണ്ടാവില്ല, അവരേനൊന്നുമില്ല, നമ്മുടെ ഒന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഒരു വലിയ തമാശയായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലേ. എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ അവരുടെ എല്ലാ ജീവിതത്തിലുള്ള അനുഭവങ്ങളൊക്കെ കാണുമ്പോൾ. പക്ഷേ അതുകൊണ്ടൊക്കെ കാര്യത്തിലൊക്കെ നമ്മൾ ഭയങ്കര ഭാഗ്യവാന്മാരാണ്. കാരണം അതുപോലുള്ള തർക്കങ്ങളോ വഴക്കുകളോ ബഹളമൊന്നും ഇല്ലാതെ ഇതുവരെ ജീവിക്കാൻ പറ്റി. ഇനി അങ്ങോട്ടേക്കും അതുപോലെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇനി എന്തായാലും ഈ ഒരു വിഷയം നിങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കുക, കാരണന്മാരെ നോക്കുക, സംരക്ഷിക്കുക, അവരുടെ അനുഗ്രഹം നിങ്ങൾ മേടിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.